നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഹാസ് എ ലോങ് സീരിയൽ ഇൻട്രവൽ? ഓപ്ഷൻസ്: എബോള, സാർസ്, HIV, എയ്ഡ്സ്, ഇൻഫ്ലുവൻസ. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് HIV, എയ്ഡ്സ് ആണ്. ഇനി എങ്ങനെ അതിലേക്ക് എത്തുന്നു, എന്താണ് സീരിയൽ ഇൻട്രവൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് പ്രൈമറി കേസ്, എന്താണ് ഇൻഡെക്സ് കേസ്, എന്താണ് സെക്കൻഡറി കേസ്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. പ്രൈമറി കേസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസീസ്, ഇപ്പോൾ COVID-19 ആയിക്കോട്ടെ, ആദ്യമായിട്ട് ആർക്കാണോ വരുന്നത്, ഒരു ഫാമിലിയിലെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ആർക്കാണോ വരുന്നത്, അത് ആണ് പ്രൈമറി കേസ്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നത് പ്രൈമറി കേസ് തന്നെ ആണോ എന്നുള്ളതാണ്. അതല്ല. ആദ്യത്തെ കേസ് ഏതാണ് കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്, ഏത് കേസാണ് നോട്ടിഫൈ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് സ്പെക്ട്രത്തിൻ്റെ അറ്റൻഷനിലെത്തുന്ന ആദ്യത്തെ കേസ് ഏതാണ്, അതാണ് ഇൻഡെക്സ് കേസ്. പ്രൈമറി കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയണമെന്നില്ല, അത് കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കാം. പക്ഷേ ഇത് കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യപ്പെടുന്ന ആദ്യത്തെ കേസിനെയാണ്. ഇപ്പോൾ COVID-19 എന്ന് പറയുന്നത് നമുക്കറിയാം, ജനുവരി 30 അല്ലേ, 2020 തൃശ്ശൂരിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രൈമറി കേസും അതേപോലെ തന്നെ ഇൻഡെക്സ് കേസും ഒന്നാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അതിനു മുമ്പ് വേറെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ, വന്ന കേസ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ബേസിക്കലി ഈ പറഞ്ഞ രീതിയിൽ ആദ്യമായിട്ട് വരുന്ന കേസിനെ പ്രൈമറി കേസ് എന്ന് പറയും. ഒട്ടുമിക്ക കേസുകളിലും പ്രൈമറി കേസ് തന്നെയായിരിക്കും ഇൻഡെക്സ് കേസ്. പക്ഷേ നോട്ടിഫൈ ചെയ്യുന്ന ആദ്യത്തെ കേസാണ് ഇൻഡെക്സ് കേസ് എന്ന് നമ്മൾ കൃത്യമായിട്ടും പറയുന്നത്. ഇനി എന്താണ് സെക്കൻഡറി കേസ്? രണ്ടാമതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കേസിനെ, അല്ല രണ്ടാമതായിട്ട് വരുന്ന കേസിനെയാണ് നമ്മൾ സെക്കൻഡറി കേസ് എന്ന് പറയുന്നത്. എന്താണ് ഇനി സീരിയൽ ഇൻട്രവൽ? പ്രൈമറി കേസിനും സെക്കൻഡറി കേസിനും ഇടയിലുള്ള ഡ്യൂറേഷനെയാണ് സീരിയൽ ഇൻട്രവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഡിസീസുകളിൽ ഏതിനാണ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സീരിയൽ ഇൻട്രവൽ ഉള്ളത്? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഡിസീസുകളിൽ ഏതിനാണ് കൂടുതൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിലേക്ക് പോകുന്ന സമയത്ത് ഓരോന്നിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് നോക്കണം. എബോളയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 15 to 20 days ആണ്. സാർസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് കൊറോണ വേരിയൻറ്റിൽ വരുന്ന ഒരു സംഭവമാണ്, ഏകദേശം 5 to 7 days ആണ്. ദെൻ ഇൻഫ്ലുവൻസയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 1 to 4 days ആണ്. HIV സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു 3 weeks തൊട്ട് 3 months വരെ പോകാവുന്ന ലോങ്ങസ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ് ഉള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ്. സ്വാഭാവികമായിട്ടും ഈ സീരിയൽ ഇൻട്രവൽ എന്ന് പറയുന്നത് പ്രൈമറി കേസും സെക്കൻഡറി കേസും തമ്മിലുള്ള ആ ഒരു ഡ്യൂറേഷൻ ഏറ്റവും കൂടുതൽ നിൽക്കാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന HIV അല്ലെങ്കിൽ എയ്ഡ്സ് ആവാം. അതുകൊണ്ട് അതാണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എനിവേ, ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വളരെ കുറച്ച് സമയം, കൂടുതൽ കാര്യങ്ങൾ. താങ്ക്